വേസ്റ്റ് ഡിസ്പോസലിനെ, കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഡിസ്പോസൽ രീതിയായിരിക്കും നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ എൻവയറമെൻ്റൽ കൺട്രോൾ പ്ലാനിൻ്റെ പാർട്ട് 4ലേക്ക്, അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസലിനെ, കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഡിസ്പോസൽ രീതിയായിരിക്കും നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ഡിസ്പോസൽ രീതിയിൽ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്കുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ എടുക്കുന്നതായിരിക്കും. ഈ ഒരു പ്ലാനിൽ നമുക്ക് വേസ്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും കൺസ്ട്രക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ഡിസ്പോസലിനെ പറ്റിയിട്ടും നമ്മൾ ഈ പ്ലാനിൽ, നമ്മളുടെ കൺസ്ട്രക്ഷൻ എൻവയറമെൻ്റൽ കൺട്രോൾ പ്ലാനിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഇവിടെ നമ്മൾ ഏത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടൊരു കൺസേൺ ആണ്. സോ നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് എവിടെയാണ് കൊണ്ടുപോയി നമുക്ക് വഴിയിലൊന്നും കളയാൻ പറ്റില്ലല്ലോ. സോ ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മളുടെ രാജ്യത്ത്, നമ്മൾ ഇന്ത്യയിലായാലും നമ്മളുടെ പല വർക്ക് ചെയ്യുന്ന ഏത് രാജ്യത്തായാലും നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി കമ്പനീസ്, ഈ ലോക്കൽ അഥവാ ഇൻ്റർനാഷണൽ കമ്പനീസ് ഉണ്ടാകും. അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് വേസ്റ്റുകൾ മേടിക്കുന്ന കമ്പനീസ് ഉണ്ട്, അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. സോ ഈ പറയുന്ന ആ കമ്പനിക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ വുഡൻ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് വേസ്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന നമ്മളൊരു കമ്പനിക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫുഡൊക്കെ അവർ വന്നിട്ട് എടുത്തുകൊണ്ടും പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കമ്പനി ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ ഡംപ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ അതൊരു പ്രശ്നമായിട്ടായിരിക്കും മാറുന്നത്. അവിടെ പിന്നീടായിരിക്കും അറിയുന്നത് നമ്മളുടെ കമ്പനിയിൽ നിന്ന് പോയിരിക്കുന്ന വേസ്റ്റ് ആണെന്നുള്ളത്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഏത് കമ്പനിയാണോ നമ്മളുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് മേടിക്കുന്നത് അവർ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നോക്കുക. ഇവർക്കാണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന കമ്പനിക്ക് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട വേറെ കാര്യം, അവർക്ക് റീസൈക്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതും ഡിസ്പോസൽ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിസ്പോസൽ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കണം. അത് നമ്മളൊന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നതും നല്ലതാണ്. അവരുടെ മെത്തേഡുകൾ എന്താണെന്ന് അറിയുന്നതും നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതൊന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇനി എല്ലാം വേസ്റ്റ് നമ്മളുടെ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സൈറ്റിൽ എത്ര വേസ്റ്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നോട്ട് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു കാൽക്കുലേഷൻ നമ്മൾ എടുത്ത് വച്ചിരിക്കണം. നമ്മളൊരു ചെറിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എത്ര വേസ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അത് അറിയാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, മിക്കയിടത്തും ഈ ഓരോ വണ്ടികൾ സ്കിപ്പുമായിട്ട് കളക്ട് ചെയ്യാൻ വരുമ്പോൾ ആ സ്കിപ്പിനൊരു വെയിറ്റ് ഉണ്ടാവും. സോ അതിൽ എത്ര ടണ്ണാണ് കയറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനൊക്കെ ഉണ്ടാകും. അത് വെച്ചിട്ടാണ് നമ്മളൊരു ആവറേജ് എടുക്കുന്നതൊക്കെ. അങ്ങനെയാണ് ചിലയിടത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കിപ്പ് കൊണ്ടുപോകുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് സ്കിപ്പ്, വേസ്റ്റുകളെല്ലാം ഒരു സ്കിപ്പിലായിരിക്കും നമ്മൾ ഇട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കളക്ഷൻ പോയിന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബോക്സോ എന്തെങ്കിലും ഉണ്ടാകും. അതിലാണ് ഈ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ട്രക്കിലേക്ക് കയറ്റിയതിനു ശേഷം ട്രക്ക് ഒരു വെയിങ് സെൻറ്ററിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ വെയിറ്റ് എടുക്കുന്ന ഒരു സെൻറ്ററിലേക്ക് ചെന്നിട്ട് അവിടെ ആ വെയിറ്റ് എത്രത്തോളം ആകും എന്നുള്ളത് അവരവിടെ നിന്നൊരു ചെറിയൊരു സ്ലിപ്പോ ലെറ്ററോ നോട്ടീസോ എന്തെങ്കിലും കൊടുക്കും. അതായത് ഒരു റെസിപ്റ്റ് പോലെ. ആ റെസിപ്റ്റിലുണ്ടാകും ഇത്ര ടണ്ണ് അതിൻ്റെ അകത്ത് വേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നമ്മളെപ്പോൾ എടുത്ത് വച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഈ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഏത് വേസ്റ്റാണോ ഡിസ്പോസ് ചെയ്തത് അത് ഇത്രയും ടൺ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നത്. സോ അതിൻ്റെ റെസിപ്റ്റുകൾ നമ്മൾ എടുത്ത് വെക്കണം. സോ അതിൻ്റെ
ഈ വേസ്റ്റുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ ഡിസ്പോസ് ചെയ്യുമ്പോഴും ഇതിൻ്റെയൊക്കെ ആ കൺസൈൻമെൻറ്റ് നോട്ട് നമ്മൾ എടുത്ത് വച്ച് ഇരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോൺ ഹസാർഡസ് വേസ്റ്റ് ആയാലും ഹസാർഡസ് വേസ്റ്റുകളായാലും അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റിസീപ്റ്റും അല്ലെങ്കിൽ നോ ഒബ്ജെക്ഷൻ ലെറ്ററുകളോ അല്ലെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ബോഡിയാണോ ആ ബോഡിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം നമ്മൾ റീയൂസ് ചെയ്തു എന്നുള്ളതും എത്രത്തോളം നമ്മൾ റീസൈക്കിൾ ചെയ്യാന്നുള്ളതിൻ്റെയും ഒരു റെസിപ്റ്റ് നമ്മളുടെ കയ്യിൽ വേണം. ആ ക്വാണ്ടിറ്റി നമ്മൾ ഇത്രയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് നമ്മൾ റീയൂസ് ചെയ്യുന്നുള്ളതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കാണിക്കണം. വേസ്റ്റ് എപ്പോഴും സൂട്ടബിൾ കണ്ടെയ്നേഴ്സിൽ വേണം നമ്മൾ ഇത് കളക്ട് ചെയ്ത് വയ്ക്കാൻ. സോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ സ്കിപ്പുകൾ എന്ന് പറയും, വേസ്റ്റ് സ്കിപ്പുകളിൽ നമ്മൾ അത് ഇട്ട് വച്ചിരിക്കണം. എപ്പോഴും സെഗ്രിഗേറ്റഡ് ആയിരിക്കണം. അതായത് ഫുഡ് വേസ്റ്റിന് ഒരു സെപ്പറേറ്റ് സ്കിപ്പ് വെക്കണം, വുഡൻ വേസ്റ്റിന് സെപ്പറേറ്റ് സ്കിപ്പ് വെക്കണം, സ്റ്റീലിന് സെപ്പറേറ്റ് വെക്കണം. അങ്ങനെ ഓരോ വേസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കിപ്പുകൾ നമ്മൾ വെക്കണം. അതേപോലെ തന്നെ ഹസാർഡസ് സബ്സ്റ്റൻസുകൾ, അതായത് ഹസാർഡസ് ആയിട്ടുള്ള ലിക്വിഡ്സ് കെമിക്കൽസും ഒക്കെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെയും കൂടിയും കാര്യങ്ങൾ ഈ കൺട്രോൾ പ്ലാനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കണം. അതിൻ്റെ സ്റ്റോറേജിനെ പറ്റിയിട്ടും അത് കണ്ടെയ്നിങ് ബേസിൻസ് അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ സ്പിൽ ട്രേ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്പിൽ ട്രേയിൽ വേണം സൂട്ടബിളായിട്ട് വയ്ക്കാനായിട്ടും. ഇത് സൂക്ഷിക്കുമ്പോൾ ലോക്കൽ ഗവൺമെൻറ് റെഗുലേഷൻസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ. ചില ഹസാർഡസ് സബ്സ്റ്റൻസുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് സൈറ്റിൽ വയ്ക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആ രാജ്യത്ത് അത് അലൗ ചെയ്യുന്നുണ്ടാകില്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ നമുക്ക് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതിൻ്റെ റിക്വയർമെൻറ്റുകൾ പ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഏതൊരു എൻവയൺമെൻറ്റൽ ഇൻസിഡൻറ്റുകളും അത് റിപ്പോർട്ട് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തു വെക്കണം. അത് റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അവിടെ കണ്ടെത്തിയിരിക്കണം. സോ ഫ്രണ്ട്സ്, നമ്മളുടെ പാർട്ട് 4 വീഡിയോൻ്റെ അവസാനമാണ് കണ്ടത്. സോ ഈ ഒരു കൺസ്ട്രക്ഷൻ എൻവയൺമെൻറ്റൽ കൺട്രോൾ പ്ലാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ കൺട്രോൾ പ്ലാനിലുള്ള ഓരോ കാര്യങ്ങൾ ഓരോ രാജ്യത്തിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ഓൾറൈറ്റ്, എന്നാലും ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹോപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. സോ കൂടുതൽ ഇൻഫർമേഷനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്ന രീതിയിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക.